ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമ്മുടെ സീനിയർ എന്തായെന്നൊന്ന് നോക്കിയാലോ. ഇപ്പൊ പ്രത്യേകിച്ച് കൂമ്പുകളൊന്നും വരുന്നില്ല കേട്ടോ. നുള്ളി കൊടുത്തിട്ട് മുട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് കാരണം ഞാൻ അതിനെ ഇനി പൂക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെ ഒരു 10 ഇരട്ടി സൈസ് ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒരു 7 അയലത്ത് കൂടി ഇല്ലെങ്കിലും ഇത്രയും ചെറിയ ചെടിയിൽ ഇത്രയും മുട്ടകൾ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഏത് കളറാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം ഇത് പല കളറ് വിരിയാനുള്ള സാധ്യതയുണ്ട്. ദേ നോക്കിക്കേ, ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പൂവ്. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും എല്ലാം കൂടി വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ചെടി നമ്മുടെ കാലാവസ്ഥയിൽ, അതായത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ വളരുമെന്ന് എനിക്ക് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നേ. എന്നിട്ടും ഇത് ഇത്രയൊക്കെ പിടിച്ചല്ലോ, ഇത് തന്നെ ധാരാളം. ബാക്കി കളർ ഏതൊക്കെയാണ് എനിക്കൊന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? പിന്നെ ഞാൻ അന്ന് വാങ്ങിച്ച മോർണിംഗ് ഗ്ലോറി ഇല്ലേ, അതെല്ലാം കിളുത്തിട്ടുണ്ടേ. എല്ലാ വിത്തും കൂടെ പാകില്ല കേട്ടോ, ആകെ 3-4 എണ്ണേ ഇട്ടിട്ടുള്ളൂ. അതെല്ലാം കിളുത്ത് കിട്ടിയിട്ടുണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ വിരിഞ്ഞിട്ടുണ്ടേ. ഈ കളർ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വിരിയുന്നത്. എൻ്റെ ഫ്ലോക്സിൻ്റെ പുറത്തോട്ടും കൂടെ സ്റ്റാൻഡ് വീണ് കുറേ ചെടികൾ പോയ കാരണത്തേക്ക് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഹാൻഡ് പോളിനേറ്റ് ചെയ്യുവാണേ. ഏതെങ്കിലും ഒരു നേർത്ത കമ്പോ അല്ലെങ്കിൽ ഒരു ചകിരിയുടെ നാരോ ഉണ്ടെങ്കിലത്തേക്ക് അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗത്തേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതിയേ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതെന്തായാലും പോളിനേറ്റ് ആയിക്കോളേ. പിന്നെ അന്ന് ഞാനൊരു ജമന്തി ചെടി നട്ടത് കണ്ടില്ലായിരുന്നോ, കമ്പൂത്തി. ആ ജമന്തി ചെടിയാണ്